ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അപ്പോൾ ഇന്നത്തതും ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അധികം ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ആരും ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ചായക്ക് കടിയായിട്ട് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി തലേന്ന് തന്നെ പരത്തി വെച്ചിരുന്നു, പരത്തിങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് വെച്ചതേനു. അപ്പോൾ പിന്നെ രാവിലെ ചുടാൻ എളുപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അതവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എന്നും ഞാനങ്ങനെ തലേന്ന് പരത്തിയാക്കലൊന്നുമില്ല കേട്ടോ. രാവിലെ അപ്പോൾ തന്നെ പരത്തി ചുടലാണ്. അപ്പോൾ ഇന്നെന്താ വിചാരിച്ചിട്ട് തലേന്ന് ഡ്രീം കേക്കിൻ്റെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഡ്രീം കേക്ക് ഞാൻ അതിന് തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കടന്നിട്ടാണ് പിന്നെ കുറച്ച് ഒരു 3-4 ഡ്രീം കേക്കും അതേപോലെ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കും കൂടി ഓർഡർ വന്നത്. അപ്പോൾ ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി രാവിലെ ചായയും കടി ഉണ്ടാക്കലും കേക്ക് ഉണ്ടാക്കലും എല്ലാം പാടാകുമ്പോൾ നേരം വേഗം വിചാരിച്ചിട്ട് വേഗം ചപ്പാത്തി കുറച്ച് മതി, സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പോൾ കുറച്ചൊരു 10-12 ഒക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് രാത്രി വേഗം പരത്തി വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനു. അപ്പോൾ അങ്ങനെ അതാ ചിക്കൻ കറി ഇവിടെ റെഡി ആക്കണം. തലേന്നുണ്ടായിരുന്നു ചിക്കൻ കറിക്ക് കുറച്ച് തേങ്ങ അരച്ചങ്ങാണ്ട് അങ്ങനെ ഒരു കറിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് ചായയും കടിയൊക്കെ ആയതിന് ശേഷം ഞാനൊക്കെ ഒന്ന് അടിച്ചോരിടുകയാണ്. ഞങ്ങൾക്കന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വേഗം അങ്ങനെ കല്യാണത്തിനും വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് അടിച്ചോരിടുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു 6 മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ റൂമൊക്കെ അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കാൻ. പിന്നെ ഡ്രീം കേക്ക് ആയതുകൊണ്ട് നമുക്ക് ഓവർ ഡിസൈനും വർക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം പിന്നെ കേക്കുകളൊക്കെ ഒരുമിച്ചാണ് ചെയ്താൽ മതി. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് പിന്നെ കേക്കിൻ്റെ പണിക്ക് നിൽക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ മോൾഡൊക്കെ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ കേക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ ഷോർട്ടായിട്ട് ഇങ്ങനെ എടുത്ത് പോകുന്നതാണ്. അങ്ങനെ കേക്കൊക്കെ തീ വെച്ചതിന് ശേഷം ഞാൻ ഡ്രീം കേക്ക് വേണ്ടിയിട്ട് ഹേസൽനട്ടും അതേപോലെ തന്നെ ബദാമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലോണം നമ്മൾ കളറ് മാറി പൊട്ടണ ആ ഒരു പരുവത്തിൽ റോസ്റ്റായി കിട്ടണം കേട്ടോ. അപ്പോഴുള്ളൂ നമ്മൾ ഡ്രീം കേക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം അങ്ങനെ കടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ തണുത്താവുമ്പോൾ അത്രക്ക് കേക്കിനൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ചിലവരൊക്കെ ഈ ഒരു ഹേസിൽനട്ടിൻ്റെ പകരം സാധാരണ കടല വെച്ചിട്ടൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. കാരണം ഹേസിൽനട്ടിന് നല്ല റേറ്റാണ്. പക്ഷേ നമ്മൾ ഡ്രീം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഹേസിൽനട്ടും അതേപോലെ തന്നെ ന്യൂട്ടലൊക്കെ നല്ലോണം ചേർക്കണം. എന്നാലുള്ള നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലാഭം കുറച്ചാണെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ നല്ല സാധനങ്ങൾ വെച്ചിട്ട് ഇതേപോലെ ഹേസിൽനട്ടും ബദാമും ന്യൂട്ടലൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണം. മിൽക്ക് മെയ്ഡും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യണം. നമ്മൾ സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞ കസ്റ്റമർ പിന്നെ വാങ്ങൂല. നേരെ മറിച്ച് നമ്മൾ നല്ല നല്ല സാധനങ്ങൾ ഇട്ടുകാണ്ട് കൊടുക്കുകയാണെങ്കിൽ ഓല് തിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ആൾക്കാർക്ക് ഒരു അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കൂടുതൽ സെയിലിങ്ങും കിട്ടും, നമുക്ക് നല്ലൊരു അഭിപ്രായം കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ കറക്റ്റുള്ള സാധനങ്ങൾ നമ്മൾ പൈസ നോക്കാതെ ആൾക്കാർക്ക് നല്ല സാധനം കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ലാഭം കുറവാണെങ്കിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഒരുപാട് ഓർഡർ ഉണ്ടായിരുന്നു. ഡ്രീം കേക്കൊക്കെ ഞാൻ 100 കണക്കിന് ഡ്രീം കേക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അന്ന് കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താ പറയുന്ന ഇടയിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തത് ഞാനിങ്ങനെ ടിന്നൊക്കെ കട്ട് ചെയ്തുകൊണ്ട് മാറ്റിയിരിക്കണം. അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡും പാലും പിന്നെ പഞ്ചസാരയും വെച്ചിട്ട് സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ക്രീമൊക്കെ തന്നെ ചോക്ലേറ്റും മിൽക്ക് മെയ്ഡും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതാ ചോക്ലേറ്റ് ക്രീമും ഉണ്ടാക്കി വെച്ചിരിക്കണം. അങ്ങനെ ഞാൻ കേക്ക് ക്രീമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഡ്രീം കേക്കിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞ് പോയിക്കണേ. പക്ഷെ എന്നാലും എടുത്ത് വെച്ച വീഡിയോ ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഇടാണ്. എന്നാലും ചിലപ്പോഴൊക്കെ പണ്ട് തിന്നീന ആൾക്കാരൊക്കെ എപ്പോഴും ചിലപ്പോൾ ചോദിച്ചാലുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊന്നോ അങ്ങനെയൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ 1-2 ഒക്കെ എപ്പോഴും സെയിൽ ചെയ്യലുണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു ടൈമിൽ ഒരുപാട് ഡ്രീം കേക്ക് രാത്രി ഒന്നും ഉറക്കല്ലാതെ 1 മണി 1:30 ഒക്കെ ഡെയിലി കിടക്കുമ്പോൾ എന്നും ഡ്രീം കേക്കിൻ്റെ ഓർഡർ തന്നെയായിരുന്നു.
അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ നട്സ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നട്സ് ഇട്ട് കൊടുക്കുന്ന കാര്യത്തിലും ഒരിക്കലും നമ്മൾ പിശുക്കത്തരം കാണിച്ചരുത്. നല്ലോണം പിന്നെ ഫില്ലാക്കിയാണ് തന്നെ നട്സ് ഇട്ട് കൊടുക്കണം. അപ്പോഴുള്ളൂ ആ ഒരു കേക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ. നമ്മൾ ഒരു കഴിക്കണ സമയത്ത് തന്നെ ഇങ്ങനെ നല്ലോണം കടിച്ചാൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മിൽക്ക് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് ഗണാഷ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ എല്ലാ പാത്രത്തിലും ഇതേപോലെ ന്യൂട്ടെല്ല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടെല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ചൂടിൽ തന്നെ ഗണാഷിൻ്റെ ചെറിയൊരു ചൂടുണ്ടാകും. അപ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ തിന്നുമ്പോൾ പല ആൾക്കാരും തിന്നുമ്പോൾ ചിലവർക്ക് മാത്രം ന്യൂട്ടെല്ലൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. അപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ സെറ്റ് ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല. കാരണം അപ്പോൾ അതിന് ഫോണിൽ ചാർജ് കഴിഞ്ഞു കുത്തി വെച്ചൊക്കെ ഇരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് മേലെ നമ്മൾ പുഡിങ് പോലെ ഒഴിച്ചു കൊടുക്കുമല്ലോ, ആ ഒരു ടൈമിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മൾ ഇളനീൻ്റെ വെള്ളം അതേപോലെ തന്നെ ചൈന ഗ്രാസും പഞ്ചസാരയും കൂടി നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള കേക്കൊക്കെ നല്ലോണം സെറ്റായി തണുത്തീൻ്റെ മേലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാവും തണുപ്പുണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇളനീൻ്റെ പിന്നെ പൾപ്പൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ കടിച്ചാൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് പിന്നെ കൂടുതലായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഇന്നൊരു കല്യാണത്തിന് പോകണം. പെട്ടെന്ന് പണികളൊക്കെ കഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേന്ന് ഡ്രീം കേക്കിൻ്റെ അതും പിന്നെ ടെൻഡർ കോക്കനട്ട് ഡ്രീം കേക്കിൻ്റെതും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാത്രി ഉണ്ടാക്കി ഞാൻ വെച്ചതിന് ശേഷമാണ് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ ചോദിച്ചത്, നാളേക്കൊക്കെ കിട്ടുമോ ചോദിച്ചത്. അപ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഓർഡർ കിട്ടുകയാണെങ്കിൽ എല്ലാം ഒപ്പം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വൈകിയാലും ആൾക്കാർ ചോദിച്ചുമ്പോൾ തരൂല, ഉണ്ടാക്കി തരാൻ പറ്റൂല എന്ന് പറയാനും കഴിയൂല. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം വൈകിയാലും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ ചോക്ലേറ്റ് ഡ്രീം കേക്കൊക്കെ സെറ്റായിട്ട് ഞാനിതാ കൊക്കോ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആളുകൾ എപ്പോൾ വന്നാലും നമുക്ക് എടുത്തു കൊടുക്കാമല്ലോ. സാധനം റെഡിയായ പിന്നെ നമുക്ക് മനസ്സിലൊരു സമാധാനമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ചോറും കൂട്ടാനൊക്കെ ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ കേക്കൊക്കെ നേരത്തെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഒക്കെ റെഡി ആയിരുന്നു. അപ്പോൾ ഏതായാലും ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് പോണത്. അപ്പോൾ പായം തലേന്ന് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളിങ്ങനെ പറയുന്നു. പിന്നെ തലേന്നൊന്നും ടൈം ഇട്ടാത്തൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഏതായാലും ഒഴിവല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം നല്ല മൂത്ത പായാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ചിപ്സ് നല്ല ടേസ്റ്റ് ആയിക്കും കേട്ടോ. അപ്പോൾ പായൊക്കെ ഞാനിവിടെ പിന്നെ കേടോ ഇതൊക്കെ ഇല്ലതൊക്കെ ഇങ്ങനെ ചെത്തി വെച്ചിട്ട് ഇങ്ങനെ മീനൊക്കെ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. പായം കേടെന്ന് പറഞ്ഞാൽ നമ്മൾ ജന്തുക്കൾ കൊത്തിയതും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ ഈ വിണ്ട പായങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ ചെത്തിയിട്ട് ഒക്കെ ഇങ്ങനെ ആദ്യം തന്നെ അങ്ങനെ റെഡിയാക്കി വെച്ചതിന്. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊളിച്ചെടുത്തിട്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ട് കുറച്ചൊരു ഉപ്പായി ഇട്ട് കൊടുത്തിട്ടുണ്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ലൈസ് ചെയ്യണതിൽ തന്നെ ഡയറക്റ്റ് എണ്ണയ്ക്ക് അങ്ങനെ ഉണ്ട് നമ്മൾ വെറുതെ കൊടുക്കുക കേട്ടോ വേണ്ടത്. അല്ലാതെ ആദ്യം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് എണ്ണയ്ക്ക് ഇടരുത്. അപ്പോൾ ഒന്നായിട്ട് കട്ട കുത്തിപ്പോവും. ഇങ്ങനെ എണ്ണയ്ക്ക് നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിപ്സ് തിന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ല രസം. കാരണം തീരെ കട്ടില്ലാത്ത ചിപ്സേക്കാരം. അപ്പോൾ നല്ല ടേസ്റ്റേക്കാരം കേട്ടോ. ഞാനിവിടെ പയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട്. ഉണ്ടാക്കി കുപ്പിയിലിട്ടച്ച പിന്നെ കുട്ടികളങ്ങനെ തിന്നോളും. അപ്പോൾ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആയതൊക്കെ പൊരിച്ച് വരിയിട്ട് ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടോടെ കുപ്പിയിലിട്ടേക്കാതെ പിന്നെ ഇങ്ങനെ പൊരിച്ച് പോരുന്നത് ഒരു പരന്ന പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ നല്ലോണം ഒന്ന് കറുമുറുവനാവും കേട്ടോ. പിന്നെ നമ്മൾ ചൂടാറിയിട്ട് ഒരു കുപ്പിയിലിട്ട് അടച്ചേക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസമാണെങ്കിലും അതങ്ങനെ ആ ഒരു തണുക്കൊന്നുമില്ല കേട്ടോ. നല്ല ഇതിൽ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ചിപ്സൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് ഞാനിതോടെ കുപ്പിയിലാക്കി വെച്ചുകൊണ്ടോ. ഈ ഒരു 2 കുപ്പിയൊന്നും അല്ല ഉണ്ടായിരുന്നത്, ഇതിലേറെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ തിന്നൽ തുടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ തിന്ന് കഴിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളതാണ് ഞാനിവിടെ കുപ്പിയിലാക്കി വെച്ചത്. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രീം കേക്കൊക്കെ ഇവിടെ പുറത്ത് കൊടുന്ന് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഏകദേശം തണുപ്പൊക്കെ ഇരിക്കണ്. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് ഡ്രീം കേക്കും അതേപോലെ തന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെയും 2-3 ഡ്രീം കേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഉച്ചയാകുമ്പോൾ തന്നെ വേണം പറഞ്ഞിട്ട് തലേന്ന് ഉണ്ടാക്കി വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ കൊടുത്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇനി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോണതിന് മുന്നൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണ കല്യാണം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി എല്ലാവരും ആണ് പോയിനത്.
അങ്ങനെ ഞങ്ങളവിടെ എത്തി ഭക്ഷണം കഴിച്ചാനൊക്കെ നിന്ന് അവിടെ ഒരു ഓഡിറ്റോറിയത്തിലേനു കല്യാണം. പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം എല്ലാവർക്കും ഒന്നും വീഡിയോ എടുക്കണത് പറ്റൂലല്ലോ, പല ആളുകളും ഇല്ലല്ലേ വിചാരിച്ചിട്ട്. പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐസ്ക്രീമും പോപ്കോണും അതേപോലെ തന്നെ പല ഫ്ലേവറിലുള്ള ചായയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ജിലേബി, അങ്ങനെ പലവിധ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഐസ്ക്രീമിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വട്ടം കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും ഓരോ ഐസ്ക്രീമും അതേപോലെ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് കുറേ അവിടെ കുടുംബക്കാരെയും എല്ലാവരോടും വർത്താനം പറഞ്ഞൊക്കെ ഇങ്ങനെ നിന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പോന്നു കേട്ടോ. അധിക സമയമൊന്നും അവിടെ നിന്നിട്ടില്ല. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അങ്ങനെ പോന്നിക്കണ്. കാരണം ഇവൽക്കും ഇവിടെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ കേക്ക് കൊണ്ടുപോകാൻ പിന്നെ ആളുകളും വരും. കാരണം ഉച്ചകഴിഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ സമയം പറയുമ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഓല് വരുമ്പോൾ നമ്മളിവിടെ അല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പിന്നെ പെരിന്തൽമണ്ണ നിന്ന് ഇങ്ങോട്ട് എത്തണമല്ലോ, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു അലൈക്കും.